ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 26 വാക്യങ്ങളുണ്ട്. ഇതിലെ വാക്യങ്ങൾ ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിയമങ്ങൾ പാലിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണെന്നും ചില പ്രവൃത്തികൾ ചെയ്യുന്നത് ഏത് ബലി അർപ്പിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞിരിക്കുന്നു. തുടർന്ന് കാഴ്ച, ദശാംശം, ആദിഫലം എന്നിവ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. കർത്താവ് പക്ഷാപാതമില്ലാത്ത ന്യായാധിപനാണ് എന്നും ആരുടെയൊക്കെ പ്രാർത്ഥനകളാണ് കേൾക്കുന്നത് എന്നും ധിക്കാരിയോടും അനീതി പ്രവർത്തിക്കുന്നവനോടും കർത്താവിനുള്ള മനോഭാവം എന്താണ് എന്നും പറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾക്കും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നിയമം പാലിക്കുന്നത് നിരവധി എന്ത് അർപ്പിക്കുന്നതിന് തുല്യമാണ്? നിരവധി ബലികൾ അർപ്പിക്കുന്നതിന്. രണ്ടാമത്തെ ചോദ്യം, കൽപ്പനകൾ അനുസരിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ്? സമാധാന ബലിക്ക് തുല്യമാണ്. മൂന്നാമത്തെ ചോദ്യം, കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ്? ധാന്യബലിക്ക് തുല്യമാണ്. നാലാമത്തെ ചോദ്യം, ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് ബലി അർപ്പിക്കുന്നു? കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, എന്തിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്? ദുഷ്ടതയിൽ നിന്ന്. ആറാമത്തെ ചോദ്യം, അനീതി വർജിക്കുക എന്നത് എന്തു ബലിയാണ്? പാപപരിഹാര ബലിയാണ്. ഏഴാമത്തെ ചോദ്യം, എങ്ങനെ കർത്താവിനെ സമീപിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെറും കൈയോടെ. എട്ടാമത്തെ ചോദ്യം, ആരുടെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു? നീതിമാന്റെ ബലി. ഒമ്പതാമത്തെ ചോദ്യം, നീതിമാന്റെ ബലിയുടെ സുഗന്ധം എങ്ങോട്ട് ഉയരുന്നു? അത്യുന്നതന്റെ സന്നിധിയിലേക്ക്. പത്താമത്തെ ചോദ്യം, ആരുടെ ബലി സ്വീകാര്യമാണ്? നീതിമാന്റെ ബലി. 11ാമത്തെ ചോദ്യം, നീതിമാന്റെ ബലി എന്തു ചെയ്യപ്പെടുകയില്ല? വിസ്മരിക്കപ്പെടുകയില്ല. 12ാമത്തെ ചോദ്യം, കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനം തുറന്ന്. 13ാമത്തെ ചോദ്യം, എന്ത് സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്? ആദ്യഫലം സമർപ്പിക്കുമ്പോൾ. 14ാമത്തെ ചോദ്യം, എന്ത് സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്? കാഴ്ച സമർപ്പിക്കുമ്പോൾ. 15ാമത്തെ ചോദ്യം, എങ്ങനെ ദശാംശം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തോടെ. 16ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് ഡാഷ് തിരികെ കൊടുക്കുക. 17ാമത്തെ ചോദ്യം, എങ്ങനെ ഉദാരമായി കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കഴിവിനൊത്ത്. 18ാമത്തെ ചോദ്യം, 35-13 വാക്യമനുസരിച്ച് കർത്താവ് എന്തു നൽകുന്നവനാണ്? പ്രതിഫലം നൽകുന്നവനാണ്. 19ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഡാഷായി തിരികെ തരും, 7 ഇരട്ടിയായി. 20ാമത്തെ ചോദ്യം, കർത്താവിന് എന്ത് കൊടുക്കരുത്? കൈക്കൂലി. 21ാമത്തെ ചോദ്യം, കർത്താവിന് കൈക്കൂലി കൊടുത്താൽ അവിടുന്ന് എന്ത് ചെയ്യുകയില്ല? സ്വീകരിക്കുകയില്ല. 22ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ബലിയിൽ ആശ്രയിക്കരുത്? അനീതിപൂർവമായ. 23ാമത്തെ ചോദ്യം, കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ്? പക്ഷാപാതമില്ലാത്ത ന്യായാധിപനാണ്. 24ാമത്തെ ചോദ്യം, കർത്താവ് ആരോട് പക്ഷപാതം കാണിക്കുന്നില്ല? ദരിദ്രനോട്. 25ാമത്തെ ചോദ്യം, എന്തിന് വിധേയനായവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും? തിന്മയ്ക്ക് വിധേയനായവൻ്റെ. 26ാമത്തെ ചോദ്യം, ആരുടെ പ്രാർത്ഥന കർത്താവ് അവഗണിക്കുകയില്ല? അനാഥൻ്റെ പ്രാർത്ഥന. 27ാമത്തെ ചോദ്യം, ആരുടെ പരാതികൾ കർത്താവ് അവഗണിക്കുകയില്ല? വിധവയുടെ. 28ാമത്തെ ചോദ്യം, തൻ്റെ എന്തിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുകയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി. 29ാമത്തെ ചോദ്യം, 35-20 വാക്യമനുസരിച്ച് ആര് കർത്താവിന് സ്വീകാര്യനാണ്? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ. 30ാമത്തെ ചോദ്യം, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന എവിടം വരെ എത്തുന്നു? മേഘങ്ങളോളം എത്തുന്നു. 31ാമത്തെ ചോദ്യം, ആരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു? വിനീതൻ്റെ പ്രാർത്ഥന. 32ാമത്തെ ചോദ്യം, ആരാണ് തൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ സ്വസ്ഥനാവുകയില്ലാത്തത്? വിനീതൻ. 33ാമത്തെ ചോദ്യം,
വിനീതൻ തൻ്റെ പ്രാർത്ഥന എവിടെ എത്തുന്നതുവരെ സ്വസ്ഥനാവുകയില്ല? കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ. 34-ാമത്തെ ചോദ്യം. ന്യായവിധി നടത്തി ആർക്ക് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ വിനീതൻ പിൻവാങ്ങുകയില്ല? നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ. 35-ാമത്തെ ചോദ്യം. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ ആര് സന്ദർശിക്കുന്നതുവരെ വിനീതൻ പിൻവാങ്ങുകയില്ല? അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ. 36-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. കർത്താവ് വൈകുകയോ ഡാഷോ ഇല്ല, സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. 37-ാമത്തെ ചോദ്യം. കർത്താവ് ആരുടെ അരക്കെട്ട് തകർക്കുകയും ചെയ്യും? നിർഭയൻ്റെ. 38-ാമത്തെ ചോദ്യം. കർത്താവ് നിർഭയൻ്റെ അരക്കെട്ട് തകർക്കുകയും ആരോട് പകരം വീട്ടുകയും ചെയ്യും? ജനതകളോട്. 39-ാമത്തെ ചോദ്യം. കർത്താവ് ആരുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യും? ധിക്കാരികളുടെ. 40-ാമത്തെ ചോദ്യം. കർത്താവ് ആരുടെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും? അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. 41-ാമത്തെ ചോദ്യം. കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവൻ്റെ എന്താണ് തകർത്തു കളയുന്നത്? ചെങ്കോൽ. 42-ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ എന്തിനൊത്താണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്? പ്രവൃത്തിക്കൊത്ത്. 43-ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്ക് അവയുടെ എന്തിനനുസരിച്ചാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്? വൈഭവത്തിനനുസരിച്ച്. 44-ാമത്തെ ചോദ്യം. ജനങ്ങളെ എങ്ങനെ തൻ്റെ കരുണയിൽ കർത്താവ് ആനന്ദിപ്പിക്കും? തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച്. 45-ാമത്തെ ചോദ്യം. വരൾച്ചയുടെ നാളുകളിൽ എന്തുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്? മഴക്കാറ് പോലെ. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.